ഒന്ന് ഷെയർ ചെയ്യണേ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM എന്ന പാർട്ടി നമ്മുടെ കേരളത്തിൽ അവരിപ്പോൾ രണ്ടാമത്തെ ടൈമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭരണം CPMൻ്റെ ഭരണം എന്ന് പറയുന്ന സമയത്ത് വളരെ നല്ലൊരു ഭരണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മുൻ പിണറായി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏകദേശം ഒരു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തിരിച്ച് ഭരണത്തിൽ കയറ്റിയത് കൊറോണ കാലത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിറ്റ് വിതരണവും കാര്യങ്ങളും ആ ഒരു കെയറിങ്ങൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയതുകൊണ്ടാണ്. ആ കെയറിങ്ങിന് മുൻപന്തിയിൽ നിന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ടീമിൻ്റെ ഒരു പ്രവർത്തന മികവാണ്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന സകല വകുപ്പുകളിലുണ്ടായിരുന്ന പൈസ എടുത്തിട്ട് തന്നെയാണ് ഇദ്ദേഹം ഈ കിറ്റ് എന്ന വിതരണത്തിൻ്റെ പേരിൽ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കളിയൊക്കെ കളിച്ചത്. സാമ്പത്തികമായിട്ട് നമ്മുടെ ഖജനാവിനെ നല്ല രീതിയിൽ അവർ കൊള്ളയടിച്ചെന്നൊന്നും പറയില്ല, പക്ഷെ വകമാറ്റിയിട്ട് ഒരുപാട് പൈസ എടുത്തിട്ട് മറ്റുള്ള വകുപ്പുകളിൽ നിന്നും ഒരുപാട് പൈസ എടുത്തിട്ട് നാട്ടിലെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ എന്ന പേരിൽ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയും ചെയ്തിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം. അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അവർക്കുണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി, കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ അകറ്റാൻ വേണ്ടിയിട്ട് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയ്ക്ക് BJP കേരളത്തിലെ CPMനെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത്. അതിൻ്റെ കൂറാണ് ഈ രണ്ടാം പിണറായി വിജയൻ BJPയോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ ഇപ്പോൾ BJPയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചോന്നല്ലോ. ആ പൈസ തന്നാ അതിനിപ്പോൾ എന്താണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. താങ്ക് യു. അതിൻ്റെ കൂറും സ്നേഹവുമാണ് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ആരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന BJPയോടും സംഘപരിവാറിനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സത്യതാണ്. 99 സീറ്റിൽ CPM അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള, ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ സമയത്ത് കേന്ദ്രത്തിൻ്റെ എല്ലാ റിപ്പോർട്ടും കേരളത്തിന് അനുകൂലമായിട്ടായിരുന്നു. എല്ലാത്തിലും നമ്പർ 1, ആരോഗ്യ മേഖലയിൽ നമ്പർ 1, വിദ്യാഭ്യാസ മേഖലയിൽ 1, പൊതുസുരക്ഷാ മേഖലയിൽ നമ്പർ 1, സാമൂഹ്യ സുരക്ഷയിൽ നമ്പർ 1. ഇപ്പം എന്തുകൊണ്ടാണ് ഏതിലും നമ്പർ 1 കൊടുക്കാത്തത്? കാരണം ഒന്നിനില്ലാതാക്കാൻ മറ്റൊന്നിനെ വളമാക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് BJP സർക്കാർ സ്വീകരിച്ചത്. ഈ പൊട്ടന്മാർക്ക്, കമ്മികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇവർ കാലാകാലങ്ങളായിട്ട് പശ്ചിമ ബംഗാൾ തൊട്ടിട്ട് ത്രിപുര തൊട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവർ ചെയ്തു വന്നിട്ടുള്ള അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെ കേരളത്തിൽ ആവർത്തിച്ചിട്ടുള്ളത്. ഇത് ഈ പൊട്ടന്മാർ മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ എല്ലാം ഭയങ്കരമായിട്ട് പിണറായിനെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വർക്ക് നല്ലപോലെ പണിയെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ സോഷ്യൽ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസ്സിംഗ് ആയിരുന്നു. ഇതേ പ്രസ്സിംഗ് ആയിരുന്നു 2014 കാലഘട്ടത്തിൽ ജിയോയുടെ കടന്നു വരുമ്പോൾ ജിയോ നെറ്റ് ഫ്രീ ആയി കൊടുക്കലും 500 രൂപയ്ക്ക് മൊബൈൽ കൊടുക്കലും 500 രൂപയ്ക്ക് നെറ്റ് മൊബൈലേക്ക് ആയിട്ടുള്ള വിതരണം നടത്തിക്കൊണ്ട് അവർ ആദ്യം പ്രൊമോട്ട് ചെയ്ത് ആരെന്നറിയോ? ഈ പറഞ്ഞ മോദിയാണ്. സോഷ്യൽ മീഡിയയിൽ ആരെ അധികം പ്രൊമോട്ട് ചെയ്യുന്നോ ആ വ്യക്തി ഭരണാധികാരിയാവും. ഇപ്പം അടുത്ത കാലങ്ങളിൽ ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ എല്ലാം നമ്പർ 1 എന്നുള്ള സ്ഥാനങ്ങളും കൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഉണ്ടായി കൊടുത്തത് ഈ BJP സർക്കാർ, അല്ലാണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് എന്തിനാണ് അത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും കൂടി നടത്തിയ നാടകം, ആ നാടകത്തിൻ്റെ ബാക്കിയാണ് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ സംഘപരിവാറിനും BJPക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ PV അൻവറിനെ അറസ്റ്റ് ചെയ്തു അല്ലേ? PV അൻവർ ചെയ്തത് കുറ്റം തന്നെയാണ്, തെറ്റാണ്. PV അൻവർ ഇടപെട്ടിട്ടില്ലെങ്കിലും PV അൻവറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് സർക്കാരിന് ഒരു പൊതുമുതലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു പൊതുമുതലും നശിപ്പിക്കാൻ, നമ്മുടെയൊക്കെ നികുതി പണം കൊടുത്തിട്ടുണ്ടാക്കിയ പൊതുമുതലാണ് അതൊക്കെ. അതിനൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കും. അദ്ദേഹം ചെയ്ത് തെറ്റാണ്, അതിന് നിയമാനുസൃതം അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടിക്കോട്ടെ. നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ, അതിന് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഇരട്ടനീതി പാടില്ലല്ലോ. എന്താണ് ഇരട്ടനീതി? ഭരണകൂട ഭീകരത തന്നെയാണ്. പിണറായി വിജയൻ
ഇപ്പോൾ മോദിയെക്കാളും മോശമായിട്ടുള്ള രീതിയിൽ ഭരണകൂട ഭീകരതയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതേ 2013 കാലഘട്ടത്തിൽ നിയമസഭ തല്ലിപ്പൊളിച്ചതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ബി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി ഇന്നും മന്ത്രിയാണ്. അദ്ദേഹത്തെ എത്ര ദിവസം പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട്? പൊതുമുതലല്ല നശിപ്പിച്ചത്, നിയമമുണ്ടാക്കുന്ന നിയമസഭയാണ് തല്ലിപ്പൊളിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കണം. നിയമമുണ്ടാക്കുന്ന നിയമസഭയെ തല്ലിപ്പൊളിച്ച വ്യക്തിയിലെ മുഖ്യ പ്രതിയാണ് ഈ പറഞ്ഞ ശിവൻകുട്ടി. അന്ന കാലത്ത് മറ്റേ ഇടതുപക്ഷത്തുണ്ടായിരുന്ന MLA-മാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള MLA-മാർ അതിൽ പ്രതികളാണ്. എന്നിട്ട് അവരെത്ര ദിവസം ജയിലിലിട്ടു? ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട് നമ്മുടെ കേരളത്തിൽ. പ്രതിഷേധവും പ്രകടനങ്ങളും എല്ലാം ഉണ്ടാവും. അതിൽ അണികൾക്ക് ആവേശം മൊത്തം ഇതുപോലൊക്കെ സംഭവിക്കും. പക്ഷെ നേതൃത്വത്തിൽ നിന്നും പിടിച്ച് ജയിലിലിട്ടില്ല. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹം എന്താ വലിയ കുറ്റവാളിയാണോ? അദ്ദേഹം നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം നിയമസഭ തല്ലിപ്പൊളിക്കാൻ പോയിട്ടില്ല. നിയമസഭയിലെ ഒരു മുട്ടുസൂചിക്ക് കേടുപാട് വരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസിൽ അണികൾ കയറി തല്ലിപ്പൊളിച്ചു. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹം ജയിലിൽ പോയി. പക്ഷെ അദ്ദേഹത്തിന് ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഈ ജാതി നാടകം കളിക്കേണ്ട കാര്യമില്ലല്ലോ. സഖാവ് പിണറായെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഭീരുത്വമാണ് നിങ്ങളിവിടെ തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ ഊരിപ്പിടിച്ച വാളുടെ ഇടയിലൂടെ നടന്ന മനുഷ്യനൊന്നുമല്ല. നിങ്ങൾ വെറൊരു ഭീരുവാണ്. ഈ പാർട്ടിയുടെ സംരക്ഷണത്തിന് വളർന്നു വന്ന ഒരു മനുഷ്യനെന്നതിലുപരി നിങ്ങൾക്ക് പ്രത്യേക ഒരു പരിഗണനയും ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, ചരിത്രത്തിന്റെ താളുകളിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള ഗാദ്യതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോവുക. എഴുതി വെച്ചോ. കേരളത്തിലെ ഇനി BJP നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾക്ക് സഹായിക്കില്ല. ഇനി വോട്ട് മിഷനിൽ തിരിമറി നടത്തി അങ്ങനെയുള്ള പരിപാടി ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പോലും ഇപ്പോൾ EVM-നെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരുപാട് തിരിമറികൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ എന്താ സംഭവിച്ചത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ, ഞാൻ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ എന്താണ് കേന്ദ്രത്തിന്റെ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്ര വലിയ മണ്ടന്മാരൊന്നുമല്ല. എന്തൊക്കെയൊക്കെയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്. നിങ്ങൾ തൃശ്ശൂർ പൂരം കലക്കിയ പോലെ, സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കിയില്ലേ എന്ന പോലെ എന്തോ ഒരു കലക്കൽ നടന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് എന്താ ചെയ്തത്? ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും തന്റെ ഏറാമൂളികളായി താൻ പറയുന്നത് കേട്ട് തലയാട്ടി തലകുനിച്ച് കക്ഷത്തിൽ കയ്യും വെച്ച് നിൽക്കാൻ പറ്റുന്ന ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയിലെ പിണറായി ഉണ്ടാക്കിയത് അല്ലേ? പിണറായി എന്നാൽ പാർട്ടി എന്നാൽ പിണറായി. ആ അവസ്ഥയിലായിരുന്നില്ലേ? ഇപ്പൊ പിണറായിക്കെതിരെ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി പാർട്ടിക്കകത്ത്. ഇപ്പൊ ഇന്ന് കോയൽമന്നത്ത് നിന്ന് 4 നേതാക്കന്മാർ പാലക്കാട് ജില്ലയിൽ തേങ്കുറിശി എന്ന് പറയുന്ന പഞ്ചായത്തിൽ നല്ല തലമുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ CPM ഒഴുക്കുകൾ തുടരുകയാണ്. ഈ പോകുന്നവർ മുഴുവൻ എവിടേക്കാണ് പോകുന്നത്? BJP-യിലേക്ക്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരൊരു പാലോട്ട് വെച്ചിരിക്കുകയാണ്. CPM to BJP. പശ്ചിമ ബംഗാളിൽ നോക്ക്, ത്രിപുരയിൽ നോക്കിയോ. കൂടുതൽ ഇവന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെ പാലം വെച്ചിരിക്കുന്നത് BJP-യിലേക്കാണ്. വർഗീയ പാർട്ടിയിലേക്ക് ചേക്കേറാൻ പറ്റുന്ന ഏറ്റവും വലിയ ആശയത്തിന്റെ വക്താക്കളാണ് ഈ CPM-കാർ. വർഗീയ പാർട്ടിയിലേക്ക് അവർ ചേക്കേറുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ PV അൻവറെ പിടിച്ച് അറസ്റ്റ് ചെയ്ത്. PV അൻവർ, ആ പേരിൽ PV അൻവർ. ശിവൻകുട്ടി എന്നാണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. V ശിവൻകുട്ടി എന്നാണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇന്നലെ തല്ലിപ്പൊളിച്ചത് V ശിവൻകുട്ടി ആണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. PV അൻവർ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്താണ്. ഇവിടെ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായിട്ടോ? BJP-ക്കാർ പോലും പറയാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ പാണക്കാട് കുടുംബത്തിലെ BJP-ക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ വർഗീയവാദികളല്ല, അവർ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. എന്നിട്ട് ആ പാണക്കാട് കുടുംബത്തിനെതിരെ അവരെന്ത് ദ്രോഹിച്ചു? ഇവര് സാമൂഹ്യ നന്മ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വന്ന് നോക്ക്. നിങ്ങളുടെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. ഗൾഫ് രാജ്യത്തുണ്ടല്ലോ. എന്ത് ഗുണമുണ്ട്? വേൾഡ് വൈഡ് KMCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതി മത രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് നന്മ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഈ KMCC എന്ന് പറയുന്ന സംഘടന. നിങ്ങൾ എന്ത് നന്മയാണ് നാട്ടിൽ ചെയ്യണത്? വെട്ടിലും കുത്തലും കൊലപാതകിന്റെ വീട്ടിൽ പോയി സ്വീകരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഓശാന പാടല്ലോ നിങ്ങൾ ചെയ്യുന്നത് നന്മ. ഇതൊക്കെ രാഷ്ട്രീയ കേരളം കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിലല്ല, ഈ നോർത്ത് ഇന്ത്യയിൽ പോലും അവിടെ വർഗീയതയുടെ മുഖം മാറി വരികയാണ്. RSS നയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം. RSS നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുകയാണ്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇനി പുതിയ കുഴികളൊന്നും പുതിയ ലിംഗങ്ങളൊന്നും അന്വേഷിക്കേണ്ടതാണ്. രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു, അത് കഴിഞ്ഞു. അതിനുശേഷം ഇനി നിങ്ങൾ പുതിയ വിവാദങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ചേരിതിരിവുണ്ടാക്കേണ്ട, വർഗീയത ഉണ്ടാക്കേണ്ട. കാരണം അവർക്കിടക്കം മനസ്സിലായി കഴിഞ്ഞു
ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നാണം കെട്ട് തലതാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയത എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞത് എപ്പോഴും ഏൽക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. BJP ഹിന്ദുത്വത്തിന്റെ അജണ്ട പേറിക്കൊണ്ട് നടക്കുന്ന RSS പോലും മനസ്സിലാക്കിയിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ RSSന്റെ ആശയങ്ങൾ നടപ്പിലാക്കണം പറഞ്ഞ് മുൻപന്തിയിൽ നടക്കുന്നത് ഇപ്പോൾ ആരെന്നറിയോ? CPM ആണ്. CPM തന്നെയാണ് ഇന്ന് RSSനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ മറ്റേ തങ്ങളുടെ കുടുംബത്തെയും മുസ്ലിം വിഭാഗത്തെയും അടിച്ചാക്ഷേപിക്കുന്ന ഈ വിജയരാഘവനെ പോലെ നെറികെട്ട നാറികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് CPMന്റെ ശാപം. അറിയാമോ? CPMന്റെ ശാപം അവരാണ്. മുസ്ലിങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് കൂടെ ചേർക്കും. ഞാൻ ഇപ്പം ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പണ്ട് EMSന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ന്യൂനപക്ഷ യോഗം വിളിച്ചു കൂട്ടിയിട്ട് നിസ്കാരപ്പായും തട്ടവും കൊടുത്ത ആളുകളാണ് ഇവർ കാലഘട്ടത്തിനനുസരിച്ച് വർഗീയതയുടെ കൂടെ നിൽക്കുന്നവരാണ്. മനസ്സിലായിട്ടുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് വർഗീയതനെ കൂടെ ചേർക്കുന്നവരാണ് അവർ. ശബരിമലയിലെ പുണ്യസ്ഥലമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും നല്ല ആചാരമായിട്ടുള്ള ശബരിമല മകരമാസത്തിൽ വ്രതമിരുന്ന് ശബരിമലയ്ക്ക് പോകേണ്ട ആളുകളെ അവിടെ സ്ത്രീകളെ കയറ്റുന്ന ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി കച്ചകെട്ട് ഇറങ്ങുകയും ആ ആചാരത്തിന് നെറുകിൽ കാലെടുത്ത് വെക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടേണ്ടത് ആചാരങ്ങളല്ലേ, അനുഷ്ഠാനങ്ങൾ. അത് കാലാകാലങ്ങളായിട്ട് പിണറായി വിജയൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആചാരങ്ങളാണ് ഇവിടെ. ഇവർ വന്നിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ. മാറ്റേണ്ടത് എന്തിനാണ്? സമൂഹത്തിനാണ് മാറ്റേണ്ടത്. നിങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ IT മേഖല വന്നത് എവിടെയാണ്? കേരളത്തിലാണ്, തിരുവനന്തപുരത്തും കൊച്ചിയിലും. എന്നിട്ടോ ഇവന്മാർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത് അതിനില്ലാതാക്കിയവരാണ്. വികസനം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. കുറ്റിപീടി പെറുക്കി വലിച്ചിട്ട് കട്ടൻ ചായയും കുടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാടിന് വികസനം ഉണ്ടാവണം. മനസ്സിലായോ? നാടിന് വികസനം ഉണ്ടാവണം. വികസന വിരോധികളാണ് ഇവര്. എന്നിട്ട് കാലഘട്ടത്തിനനുസരിച്ച് വർഗീയതയെ BJPയെക്കാളും RSSനേക്കാളും വർഗീയതയെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന പാർട്ടിയായി മാറുകയാണ്. തങ്ങളുടെ കുടുംബത്തിലുള്ളവർ വർഗീയതവാദികളാക്കി മാറ്റുക. മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറയുക. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല. RSSനേക്കാളും BJPയെക്കാളും വളരെ മോശമായിട്ട് RSS ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യ രാജ്യത്ത് ഇനി സമാധാനമാണെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് കാലം ചോര കുടിക്കാൻ കഴിയും. ആ ചോര കുടിക്കുമ്പോൾ ആ ചോരയുടെ മണം തന്നെ വെറുപ്പായി മാറുന്നൊരു കാലം വരും. അതുകൊണ്ട് തന്നെയാണ് RSSനെ പോലുള്ള സംഘടനകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണം. ഇന്ത്യ രാജ്യത്ത് ഇനി അത് വിലപ്പോവില്ലെന്ന് മനസ്സിലായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് മനസ്സിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്. ഇപ്പം കേരളത്തിലെ നെറുകെട്ട രാഷ്ട്രീയ കളി കളിക്കാൻ, വർഗീയ കളി കളിക്കാൻ നോക്കുകയാണ് CPM. മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കിയിട്ട് ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെ കൂടെ നിർത്താൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിങ്ങൾ ചെയ്തത് ആഭാസമാണെന്നുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനറിയാം. ശബരിമലയിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഇപ്പം ഷർട്ട് ഇട്ടിട്ട് അമ്പലത്തിൽ പോവുക. അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളല്ലേ? ഞാൻ ഈ പറയുന്നത് എന്താ? നിങ്ങൾ ഈ പാർട്ടി CPM ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിട്ട് അത് അവരനുസരിച്ച് ഞാനിടുന്ന ചെട്ടി തന്നെ നിങ്ങളിടണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇടണ്ടോ? അത് തെറ്റല്ലേ? നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും നെറുകിൽ കാലെടുത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ലേ നോക്കുന്നത്? അല്ലേ? കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ലേ നോക്കുന്നത്? നിങ്ങൾ ഈ മാർക്സിസവും ലെനിനിസവും പറഞ്ഞ് നടക്കുമ്പോൾ മാവോയിസം പറഞ്ഞ് നടക്കുന്ന ചൈന ലോകത്തിന് നെറുകിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അതിന് മാർക്സിസവും കമ്മ്യൂണിസവും എന്താണെന്ന് അറിയാത്ത നേതാക്കന്മാരാണ് ഇന്ന് പാർട്ടിക്കകത്തുള്ളത്. ആദ്യം മാർക്സിസം എന്താണ്, ലെനിനിസം എന്താണ്, കമ്മ്യൂണിസം എന്താണെന്നുള്ളത് അറിയണം. എല്ലാവർക്കും സമത്വം, സോഷ്യലിസം ഇതൊന്നും ഒരു കാലത്തും ചിലവാകില്ല. ഇതൊക്കെ ചവറ്റുകെട്ടിൽ പോയ ആളാണ്. എൻ്റെ മുതലെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുക, ഞാൻ തെണ്ടിച്ചുണ്ടാക്കിയ മുതൽ വേറൊരുത്തിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കേസാണ്. എല്ലാ മുതലും ഒരാൾക്ക്, ആരുടെ വീടും ആരുടെ കയറി താമസിക്കുക, അതാണ് സോഷ്യലിസം. എവിടെ വേണമെങ്കിൽ കയറി കിടക്കുക, എവിടെ വേണമെങ്കിലും ഇരിക്കുക, എല്ലാം നമ്മുടെ മുതൽ എന്നത് സോഷ്യലിസം. ഇത് സോഷ്യലിസം അല്ല. ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു ഇസോണ്. സോവിയറ്റ് യൂണിയനിൽ ഈ സോഷ്യലിസം നടപ്പിലാക്കിയാൽ നോക്കിയ സോവിയറ്റ് യൂണിയനിൽ ലെനിൻ്റെ പ്രതിമ ക്രെയിൻ കെട്ടി വലിച്ചിട്ടാണ് അവർ ചവറ്റുകൊട്ടയിൽ കൂടെ ഇട്ടത്. അത് അവർക്കറിയാം. അതുകൊണ്ട് ഇപ്പം ഇന്ന് ആ ലോകത്തിൻ്റെ നെറുകിൽ ഇപ്പോഴും നിൽക്കുകയാണ് അവർ. മനസ്സിലായിട്ടുണ്ടോ? വർഗീയത പറഞ്ഞിട്ടും മുസ്ലിങ്ങളെ തമ്മിൽ മുസ്ലിങ്ങളെ വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ടല്ല CPM വോട്ട് പിടിക്കേണ്ടത്. പിണറായി വിജയൻ രണ്ടാമത്തെ പ്രാവശ്യം എപ്പം മുഖ്യമന്ത്രിയോ അതോടുകൂടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അപചയം ആരംഭിച്ചു എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതാണ് കമ്മ്യൂണിസം. കാലഘട്ടത്തിനനുസരിച്ച് മാറണം. അതാണ് കമ്മ്യൂണിസം. ആ കാലഘട്ടത്തിന് മാറിയതുകൊണ്ടാണ് ചൈന ഇന്ന് ലോകത്തിന് നെറുകിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്?
67 ലക്ഷം പ്രവാസികളായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ മൈഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ജീവിക്കാൻ വഴിയില്ല, തൊഴിലില്ല, തൊഴിൽ സംരംഭങ്ങളില്ല, എല്ലാം പൂട്ടിക്ക് വരും. ഈ തൊട്ടടുത്ത വാളയാർ, പാലക്കാട് കിടന്ന വാളയാർ കിടന്ന് തൊട്ടപ്പുറത്ത് പോയി നോക്കിയേ. ഏകദേശം ഇപ്പോൾ ഈ വർഷം തന്നെ 1 ലക്ഷത്തിലധികം തൊഴിൽ കൊടുക്കുന്ന വിദേശ സംരംഭങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിലോ ഉള്ളതിന് മുഴുവൻ പൂട്ടിക്കുക. ഒരുത്തം പ്രവാസിയായിട്ട് വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും തുടങ്ങി എന്ന് പറഞ്ഞാൽ അവനെ തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്, തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലേക്ക്. മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ടും പറയുന്നത് കേരളം നമ്പർ 1. കേരളം നമ്പർ 1 ആയിരുന്നു. കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം നമ്പർ 1 തന്നെയായിരുന്നു. നമ്മളത് സമ്മതിക്കുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. അത് കേന്ദ്രം അതിന് കൂട്ടുനിന്നു. കാരണം എന്തിനാണെന്നറിയോ? കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയ്ക്ക് അന്ന് 2-ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് കേന്ദ്രം അതിൻ്റെ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തു. പിണറായി വിജയൻ അധികാരത്തിൽ കയറി. എന്താ അദ്ദേഹം ചെയ്ത്? പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കില്ല അദ്ദേഹം. പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് അയാൾക്ക് എതിരെ സംസാരിക്കുന്ന ആളുകളെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നാണെങ്കിലും ഒഴിവാക്കുക. അയാൾക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇവിടെ ഒരു കോക്കസ് ഉണ്ട്, ഒരു കോക്കസ് ഉണ്ട്. ഓരോ ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി എടുത്ത് ഇവർക്കൊക്കെ ഒരു കോക്കസാണ്. കുറേ എണ്ണം ഉണ്ടാവും. അവരുടെ ഏറാമൂളുകളായിട്ട് തലയാട്ടുന്ന ആളുകളെ പിടിച്ച് ലോക്കൽ കമ്മിറ്റിയിലാക്കും, അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കും. അല്ലാത്തവരെ മുഴുവൻ ഇവർ ചവിട്ടിപ്പുറത്താക്കും. ഇവർ ചവിട്ടിപ്പുറത്താക്കി പറഞ്ഞ രോമം ഒന്നുപോയ പോലെ കണക്കാക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. കാരണം ആശയപരമായിട്ട് യോജിച്ച് നിൽക്കുന്നവരോട് യോജിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരെയൊക്കെ നമ്മൾ തുപ്പിത്തെറിപ്പിക്കണം. മനസ്സിലായിട്ടുണ്ടോ? ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയം തലയിലേറി നടക്കുന്ന ഇവർക്കൊന്നും ഒരു ചുക്കും കേരളത്തിന് സംഭാവന ചെയ്യാനില്ല. യുവതലമുറ ഇതൊക്കെ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കോപ്രായങ്ങൾ. PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ കോടതി ജാമ്യം കൊടുക്കും, അദ്ദേഹം പുറത്തിറങ്ങും. വീണ്ടും പിണറായി വിജയന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളി ഉണ്ടാക്കിയതാരാ? ഇവർ തന്നെയാണ് ഉണ്ടാക്കിയത്, തന്തയ്ക്കും തള്ളയും വിളി. മനസ്സിലായിട്ടുണ്ടോ? പിണറായി വിജയന്റെ അപ്പനെ വിളിക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കാൻ കേരളത്തിൽ ഇപ്പോൾ അൻവറേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് നടയിൽ കയ്യും വെച്ച് നിൽക്കുന്ന ആൾക്കാരാ. അവ ആൺകുട്ടികളെ പോലെ പറഞ്ഞു, പിണറായിന്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. എന്താ കാരണം? അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനായതുകൊണ്ട്, ഒരു MLA ആയതുകൊണ്ട് മാത്രമാണ് അയാൾ നിയമത്തിന് കീഴടങ്ങി. അല്ലെങ്കിൽ അയാൾ നിയമത്തിന് കീഴടങ്ങും. പക്ഷേ ഇവരുടെ തോന്നിയാസം കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയ പകപോക്കലൊന്നും അയാളെ കിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്നതായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത്, സത്യം പറഞ്ഞു പറഞ്ഞാൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിൻ്റെ ഇടയിൽ കൂടെ നടന്നെന്നുള്ള എനിക്ക് തോന്നുന്നത്. മനസ്സിലായിട്ടുണ്ട്? വെട്ടിവെച്ച വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ നടന്നെന്നുള്ളത് തോന്നുന്നു. ഇത്രയും ഭീരുവാകാൻ പാടില്ല. മുഖ്യമന്ത്രിക്കെതിരെയും പോലീസ് മേധാവിക്കെതിരെയും പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള ചങ്കൂറ്റം കാണിക്കാണ്ട് എന്തോ 2 ഓട് പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് അതിന് പോയി ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പിടിച്ച് ജയിലിലിടുന്നത് നിങ്ങളുടെ കൂടെ മന്ത്രിസഭയിലുള്ള ഇന്നത്തെ P. ശിവൻകുട്ടിയാണ്. നിയമമുണ്ടാക്കുന്ന നിയമസഭ തല്ലിപ്പൊളിച്ച കേസിൽ പ്രതിയാണ്. മനസ്സിലായിട്ടുണ്ടോ? അത് ചെയ്യില്ല. പിടുക്ക് പറിക്കും. നിങ്ങൾക്ക് പിടുക്ക് പറിക്കും. നിങ്ങൾ പ്രാദേശികമായിട്ട് ഗുണ്ടായുസം കാണിക്കുന്ന ഒരു നേതാക്കന്മാരെയും തൊടില്ല. കാരണം ഒരു നേതാവ് പോയ 10 അനുഭവം ഇവിടെ പാർട്ടി ഉണ്ടാവില്ല. അതാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഇവിടെ പാർട്ടിക്കാരെല്ലാവരും എന്താ പറയുക, പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞതിൻ്റെ കാര്യം എന്താ അറിയോ? അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? എല്ലാവരും നമ്മൾ പറയും ബംഗാളികളെ നിസ്സാരമായിട്ട് കളിയാക്കും, വിവരമില്ലാത്തവരാണ്. ആ വിവരമില്ലാത്തവർ തൂറി വാരി വലിച്ചെറിഞ്ഞു ഇവരെ പശ്ചിമ ബംഗാളിൽ നിന്ന്. നിങ്ങൾ ആലോചിക്കുക, ഈ വിവരമില്ലാത്ത ബംഗാളികൾ തൂറി വാരി വലിച്ചെറിഞ്ഞു. ആരെ? CPM എന്ന പാർട്ടിയെ പശ്ചിമ ബംഗാളിൽ നിന്ന്. മനസ്സിലാക്കാനുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കുറേ മാപ്പിള സഖാക്കന്മാരുണ്ട്, കുറേ വിവരം കെട്ട മാപ്പിള സഖാക്കന്മാർ. ഇവരുടെ വിചാരം എന്താണെന്നറിയോ? ഇവരിങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണ് പാർട്ടിൻ്റെ പുറകെ. ഈ മാപ്പിള സഖാക്കന്മാരായിട്ടുള്ള ഈ ബ്രാഞ്ച് മെമ്പർമാരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്ര മിനിറ്റിൽ ഇവർ രേഖപ്പെടുത്തുന്നു വെച്ചിട്ടാ? രേഖപ്പെടുത്തുന്നുമില്ല. നിങ്ങൾ പറയും ഇങ്ങനെ പട്ടി വരയ്ക്കുമ്പോൾ കുരച്ചിട്ട് പോകും, അത് കേട്ടിട്ട് അവർ ചിരിച്ചിട്ടും പോകും. ഇതേ ഉണ്ടാവുള്ളൂ. മനസ്സിലായിട്ടുണ്ട്? ഇത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. ഇവർക്കൊരു അജണ്ടയുണ്ട്. ഇവർ ഭൂരിപക്ഷം മേഖലയിൽ കൊണ്ടുപോയിട്ട്, ഇപ്പോൾ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ പേരിന് കെട്ടിക്കാണിക്കാൻ ഒരു ചങ്ങാനും ഒരു ലോക്കൽ കമ്മിറ്റിനെയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇറച്ചി കഷ്ണം ഇങ്ങനെ വായിലിട്ട് കൊടുത്തിട്ട് പുറകിൽ ഇങ്ങനെ ചരട് വലിച്ചുകൊണ്ടിരിക്കും ഇവർ. മനസ്സിലായിട്ടുണ്ടോ? ഇവർ ഭൂരിപക്ഷമുള്ളവരാണ്. നമ്മളൊരു ന്യൂനപക്ഷമായിട്ട് ഒരാളോ 2 ആളോ അതിനകത്തുണ്ടെങ്കിൽ അവരിനെ മുഖവലിക്കെടുക്കില്ല. കാരണം അവൻ്റെ സമ്പത്ത് വേണം, അവൻ്റെ ഊർജം വേണം പാർട്ടിയിൽ പണിയെടുക്കാൻ. അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ഇവർ പറയാൻ കുരയ്ക്കുന്ന പട്ടിയായിട്ട് അവിടെ കൂടെ നിർത്തും.
അതുപോലെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നോക്കിയോ, ഭൂരിപക്ഷം പിരിണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, അതായത് നാട്ടിൽ നേരം വെളുത്താൽ കണ്ടു കഴിഞ്ഞാൽ തുപ്പാൻ മറന്നവർ വൈകുന്നേരം തുപ്പിയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരെ ഈ പറഞ്ഞ വ്യക്തികളെ, അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് ആക്കിയിട്ടുണ്ടാവും ലോക്കൽ കമ്മിറ്റിയിൽ. അത് യഥാർത്ഥ സത്യം ഞാൻ പറയണത്. അല്ലാണ്ട് വിലയും നിലയും നാട്ടിൽ ഇറങ്ങി നടന്ന 4 ആൾ കണ്ടാൽ മതിക്കുന്ന ഒരെണ്ണത്തിന് ഇവർ അതിൽ ചേർത്തില്ല. കാരണം അവന് ബോധം ഉണ്ടാവും, അവന് വിവരം ഉണ്ടാവും, അവൻ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നവനെ എൻ്റെ ഉള്ളിൽ കയറ്റിക്കഴിഞ്ഞ് പറഞ്ഞ് ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ നാട്ടിൽ വിളിച്ചു പറയും. മനസ്സിലായിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതികരിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്ന് എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്? എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് നിങ്ങളത് പറഞ്ഞതാ. കമ്മ്യൂണിസം എന്താണ്? ആദ്യം പാർട്ടിക്കകത്ത് നിന്നിട്ട് പാർട്ടിക്കകത്ത് നടക്കുന്ന നെറുകേടുകളെ പ്രതികരിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അത് അറിയണം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാവണം. അല്ലാതെ പേരിന് ഒരു കൊടിയും പിടിച്ചിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കഴുത്തിൽ പേര് പൊന്നമ്മാന്ന് കഴുത്തിൽ വാഴുന്നാരും അന്ന സ്ഥിതിയിലാണ് നിങ്ങളുടെയൊക്കെ ഇന്നത്തെ നേതൃത്വത്തിന് നടപ്പ്. കമ്മ്യൂണിസത്തിനെ കുറിച്ച് കാമാന്ന് ഒരു അക്ഷരം അറിയില്ല. യഥാർത്ഥ സത്യതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് നടക്കുന്ന നന്മകളെയും തിന്മകളെയും കുറിച്ച് ആദ്യം പ്രതികരിക്കണം. അവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ പ്രതികരിക്കുന്നവരെയൊക്കെ ചവിട്ടി പുറത്താക്കും, പാർട്ടിക്കകത്ത് പുറത്താക്കും. അതാണ് ഇന്നലെ കോയൽമന്ത് കണ്ടത്, തേങ്കുറിശ്ശിയിൽ കണ്ടത്. അയാൾ പറഞ്ഞെന്താ? കാര്യം പറയുന്നവർ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ്, മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കണില്ല. എന്താ കാരണം? അവർ സത്യസന്ധമായ കാര്യം പറയും. കണ്ടവനെ തീട്ടം വാങ്ങി തിന്നാൻ നടക്കണവനെ തീട്ടം വാങ്ങി തിന്നണവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അതാണ് യഥാർത്ഥ സത്യം. ഇന്ന് എത്ര നേതാക്കന്മാരുണ്ട് പണിക്ക് പോയി ജീവിക്കുന്നവന്മാർ? എത്ര നേതാക്കന്മാരുണ്ട്? നിങ്ങൾ പ്രാദേശികമായിട്ടുണ്ട് എവനെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? എന്നാൽ അവൻ്റെ കുടുംബത്തിൽ നോക്കിയേ. നമ്മൾ പണിക്ക് പോകുന്നതിൻ്റെ കുടുംബത്തിനേക്കാൾ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പറച്ചിലെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു പോയിട്ട് ഏകദേശം വർഷങ്ങളായി. ഇപ്പോഴത്തേത് കമ്മ്യൂണിസമല്ല, ബൂർഷാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. ബൂർഷാസികളായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ബൂർഷാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. എവിടെ പണമുണ്ടോ അവിടെ ചാഞ്ഞു വീഴും, എവിടെ നക്കാൻ കിട്ടുമോ അവിടെ ചാഞ്ഞു വീഴും, എവിടെ തിന്നാൻ കിട്ടുമോ അവിടെ ചാഞ്ഞു വീഴും. ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. അതിന് ഉപയോഗിക്കുന്ന കാര്യം ഇപ്പോൾ വർഗീയത. ഇപ്പം മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാം. മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ എന്താ എല്ലാം നടക്കുന്നുള്ള ചിന്താഗതി ഇപ്പോൾ അവരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ മുസ്ലിങ്ങളുടെ രോമത്ത് തൊടാൻ പിന്നെ കൊണ്ട് കഴിയില്ല. അതുറപ്പാ. ഇതൊരു സംഘടിത ശക്തിയാണിത്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘടിത ശക്തിയാണ്. നിങ്ങളെപ്പോലെ കേഡർ സ്വഭാവമല്ല, അതൊക്കെ മേലെയാണ്. മനസ്സിലായിട്ടുണ്ടോ? അവരൊന്നും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആന റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ പട്ടികൾ കടന്ന് കുരയ്ക്കും പോലെ കടന്ന് കുരയ്ക്കാന്നല്ലാതെ, വിജയരാഘവനെ പോലുള്ളവർക്കൊക്കെ കടന്ന് കുരയ്ക്കാന്നല്ലാതെ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ചുക്കും സംഭവിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? ഈ പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ നല്ല സഹവർത്തിത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് പുതിയതായിട്ട് ഒരു സംഭാവന ഈ നാട്ടിൽ തന്നിട്ടില്ല. നിങ്ങളൊക്കെ വർഗീയ ചേരിതിരിവുണ്ടാക്കിയിട്ട് നിങ്ങൾ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ നോക്കിയ ആളുകളാണ്. മനസ്സിലായിട്ടുണ്ടോ? വർഗീയ ചേരിതിരിവുണ്ടാക്കിയിട്ട് സ്ഥാനമാനങ്ങൾ ഊറ്റി ഉറപ്പിക്കാൻ നോക്കിയ ആളുകളാണ് നിങ്ങൾ. കാലം നിങ്ങൾക്ക് കണക്ക് പറയുന്നത് എങ്ങനെ അറിയോ? പശ്ചിമ ബംഗാൾ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങൾ കേരളത്തിലുള്ളവർ ഈ ശ്രീലങ്കയിലുണ്ടായ കലാപം ഉണ്ടാക്കി നിങ്ങളെയൊക്കെ വലിച്ചു താഴെയിടും. നിങ്ങൾ നോക്കിക്കുവാണെങ്കിൽ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നേതൃത്വം മാത്രം ഇവിടെ ഉണ്ടാവും, ആണികൾ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവരുടെ കൂടെ. വിവരമുള്ള ആണികൾ മുഴുവൻ പോവും. വിവരമുള്ള ആണികൾ കംപ്ലീറ്റ് പോകുന്നത് ഒന്നിലും BJPയിലേക്ക് പോകും, ഒന്നിലും കോൺഗ്രസിലേക്ക് പോകും. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. PV അൻവറിനെ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നെളിഞ്ഞ് നടക്കാന്നല്ലാതെ അയാൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നിയമമുണ്ട്. പിണറായി വിജയൻ ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിയൊന്നുമല്ലോ, ചീഫ് ജഡ്ജിയൊന്നുമല്ലോ. അതിന് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് പലതും നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോൾ അത് പോയി കഴിഞ്ഞു പറഞ്ഞാൽ സാധാരണക്കാരിലായ ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. പാർട്ടിയുടെ തണലിൽ തഴച്ചു വളർന്ന് ഞാൻ വലിയ സംഭവമാണെന്ന് സ്വയം ഭാവിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അതിലപ്പുറത്തേക്ക് ഒരു മാർക്കറ്റും അദ്ദേഹത്തിനില്ല. ഒരു മാർക്കറ്റും ഇല്ല പിണറായി വിജയന്, ഒരു മാർക്കറ്റും ഇല്ല. മനസ്സിലായിട്ടുണ്ടോ? സ്വന്തം പേരിൽ അറിയപ്പെടാതെ സ്വന്തം നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ. അത്രയ്ക്കുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. പിണറായി വിജയനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയൻ ഒരു ചുക്കുമല്ല എന്നുള്ളത് ഇന്നലെ അൻവറിന്റെ വാക്കുകൾ തന്നെ. ഈ പറഞ്ഞവരാരും ഇപ്പം കേരളത്തിൽ മിണ്ടിയ അടിക്കാനും തല്ലാനും നടക്കുന്ന കുറേ സഖാക്കളുണ്ടല്ലോ. എന്താ അൻവറിന്റെ രോമത്തിൽ തൊടാതെ തൊടില്ല, അത് തൊടാൻ പാടില്ല എന്ന് ഈ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അൻവർ ആരാണെന്നുള്ളത് ഈ നേതൃത്വം നന്നായിട്ട് അറിയാം അൻവർ ആരാണെന്നുള്ളത്. തൊട്ടാ കരിക്കുന്നുള്ളത് അവർക്ക് അത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ രോമത്തിൽ തൊടാൻ ഒറ്റയ്ക്കല് നടക്കണ അയാൾ. ഈ മുഖ്യമന്ത്രി നടക്കുമ്പോൾ 25 വണ്ടി 108 പോലീസിനെയും കൊണ്ട് നടക്കണമെന്നില്ലല്ലോ.
ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തു കൂടെയും. എന്താ തൊടാത്തത്? ഇവരുടെ ഭൂരിപക്ഷ മേഖലയിൽ കൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. CPM-ന്റെ ഭൂരിപക്ഷ മേഖലയിൽ കൂടെ എന്താ തൊടാത്തത്? തൊടില്ല. താടിയുള്ളവരപ്പനെ പേടിയുണ്ടെന്നുള്ള പറഞ്ഞാൽ പേടിയുണ്ട്. ആ പേടി തന്നെയാണ് ഇപ്പോൾ പിടിച്ച് ജയിലിലടയ്ക്കാനുള്ള കാരണം. അതിലാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഭീരുവായി എന്നുള്ളത്. പിണറായി വിജയൻ അന്തസ്സുള്ളവരായിരുന്നെങ്കിൽ, പിണറായി വിജയൻ നീതിമാനായിരുന്നെങ്കിൽ, പിണറായി വിജയൻ സമൂഹത്തോട് നീതിയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആദ്യം ശിവൻകുട്ടിനല്ലേ പിടിച്ച് ജയിലിടേണ്ടത്? നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടാലേ നിയമം ഉണ്ടാക്കുന്ന നിയമസഭയെ തല്ലിപ്പൊളിച്ച വ്യക്തിയല്ലേ അദ്ദേഹം? ക്രിമിനൽ എന്ന് പറയാം അതിനെ ഒറ്റ വാക്കിൽ, അല്ലേ? അല്ലാത്തൊരു വ്യക്തിക്ക് നിയമസഭയ്ക്കകത്ത് ഡയസിൽ കയറിയിട്ട് അതിനൊക്കെ തല്ലിപ്പൊളിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവോ? അപ്പോൾ അയാളെ എന്തെങ്കിലും ചെയ്തോ? ഒരു കേസെടുത്തുന്നില്ല എന്ന് അവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാഷ്ട്രീയ മര്യാദ കാണിച്ചു അവർ. ആ രാഷ്ട്രീയ മര്യാദ നിങ്ങൾക്കില്ലാതെ പോയി. പൊതുവെ മര്യാദയില്ലാത്തവരെ നിങ്ങൾ, പിന്നെ നിങ്ങൾക്ക് എന്ത് മര്യാദ? മനസ്സിലായില്ലേ? ഒരു PV അൻവറിനെ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ട് ഇവിടെ സംസാരിക്കേണ്ടവർ ഒരാൾക്കെതിരെ 1000 പേര് ഇവിടെ പറവെടുക്കും നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ. നിങ്ങൾ മിണ്ടിയപ്പോൾ കയറുന്നത് നിങ്ങൾ CPM കയറുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ്. നിങ്ങൾ മുസ്ലിങ്ങളെ ചില വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് എല്ലാവരുമല്ല, ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ചില സംഘടനകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുടിഞ്ഞ വർഗീയതയാണ്. മുടിഞ്ഞ വർഗീയവാദികളാണ് നിങ്ങൾ, മുടിഞ്ഞ വർഗീയവാദികൾ. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വർഗീയത പറയും. കാലഘട്ടത്തിനനുസരിച്ച് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ബിഷപ്പുമാരെ മുഴുവൻ നികൃഷ്ടജീവികളെന്ന് പറഞ്ഞു, അല്ലേ? ബിഷപ്പുമാരെ മുഴുവൻ നികൃഷ്ടജീവികളെന്ന് പറഞ്ഞു. ഒരു കാലഘട്ടത്തെ ഹിന്ദു സന്യാസിമാരെക്കാളും മുഴുവൻ വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പോൾ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുന്നു. ഇത് കമ്മ്യൂണിസം അല്ല, ഇത് തോന്നിയാസമാണ്. ഇത് കമ്മ്യൂണിസം അല്ല, തോന്നിയാസം. മനസ്സിലായിട്ടുണ്ടോ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ജനത, അതാണ് കമ്മ്യൂണിസം. എല്ലാവരും ഉൾപ്പെടുന്ന ജനത. അവിടെ പല ആശയക്കാരുണ്ടാവും, പല രാഷ്ട്രീയ ചിന്തകളുണ്ടാവും, പല വ്യത്യസ്ത മതക്കാരുണ്ടാവും, വ്യത്യസ്ത ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സോഷ്യലിസം കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ നിങ്ങളോ RSSനേക്കാളും സംഘപരിവാറിനേക്കാളും വളരെ മോശമായിട്ടുള്ള വർഗീയവാദികളാണ്. CPMകാർ. ഞങ്ങളുടെ നാട്ടിൽ RSSന്റെ ചില നേതാക്കന്മാരുണ്ട്. ഞങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് സായിബെന്നെ വിളിക്കുക. എനിക്കനുഭവമുണ്ട്. എനിക്ക് സായിബെ എന്ന് വിളിക്കും. അത് വളരെ മര്യാദയോടുണ്ട്. അവരുടെ മനസ്സിലെന്തായിരിക്കും. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ചില നേതാക്കന്മാരുണ്ട് CPMമാർ, മാപ്പിള എന്നാ പറയുക. മാപ്പിള വന്മാരൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മാപ്പിള എന്നാ പറയുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാപ്പിളമാർ ഇവരുടെ ജാതി പറഞ്ഞ് വിളിക്കുന്നുണ്ടോ? വിളിക്കില്ല. അതാണ് അവരും തമ്മിലുള്ള അന്തസ്സ്. അവരും തമ്മിലുള്ള വ്യത്യാസം, അന്തസ്സ് അതാണ്. ഇവര് എവിടെ ഇരുന്ന് സംസാരിക്കണേ ആ മാപ്പിള മൊട്ട ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുക. ഇവരെന്തോ വലിയ വലിയ കുലത്തിൽ ജനിച്ച് മറ്റുള്ളവരൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ താഴ്ന്ന ജാതിക്കാരായിട്ട്, താഴ്ന്ന മതക്കാരായിട്ടും അവരാരെയും നികൃഷ്ടമായിട്ട് കാണുന്ന രീതിയിൽ ഇവർ വലിയ കുലത്തിൽ ജനിച്ച ആളുകളെ പോലെ അവർ പുച്ഛമായിട്ട് അവർ സംസാരിക്കുക. മനസ്സിലായിട്ടുണ്ടോ? തൂറി വാരി അറിയണം ഇങ്ങനെയുള്ള ആളുകളെ. മൈൻഡ് ചെയ്യാൻ പോരുത്. ഇവരെ നമ്മൾ നേതാക്കന്മാരാണെന്നുള്ള കാഴ്ചപ്പാടോട് കാണുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നേതാക്കന്മാർ. ഇവരെ ഒരു ചുക്കുമല്ല എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ചുക്കുമല്ല. മനസ്സിലായിട്ടുണ്ടോ? ഇവരൊരു ചുക്കുമല്ല എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരൊരു ചുക്കുമല്ല. എന്തിന് ഇതിന് പേര് കമ്മ്യൂണിസം? കമ്മ്യൂണിസം ഇങ്ങനെയല്ല. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മാനവികതയെ മൊത്തം ഒന്നായി കാണുന്ന, സോഷ്യലിസത്തോടു കൂടി കാണുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസം. ഒരു ആശയമാണ് കമ്മ്യൂണിസം. അതല്ലാതെ മുസ്ലിങ്ങൾ വർഗീയവാദികൾ, ക്രിസ്ത്യാനികൾ നികൃഷ്ടജീവികൾ, ഹിന്ദുക്കളുടെ സ്വാമിമാർ വിവരം കെട്ടവന്മാർ എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസം. ഇത് തോന്നിയാസം. നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ച് പറയാനുള്ള ഒരു തോന്നിയാസം. ഇതിന് കമ്മ്യൂണിസം എന്ന് പറയാൻ പാടില്ല. എത്ര പേര് ഇതിൽ അനുകൂലിക്കുന്നുണ്ട് നിങ്ങൾ? സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. അത് എങ്ങനെ നടപ്പിലാക്കണം? ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ മതത്തിലുള്ള ആളുകളെ, ആ മതത്തിൽപ്പെട്ട് തന്നെ പല ജാതി മത സംഘടനകളുടെ ആളുകളുണ്ട്, അവരെ വിളിച്ച് ഒരു റൗണ്ട് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് നമുക്കിതങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്, നമുക്കിത് നടപ്പിലാക്കണോ, ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അവരുമായിട്ട് കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വാല്യൂ കൊടുത്ത് അവരെയും കൂടി ഇരുത്തിയിട്ട് ആ വട്ടമേശ സമ്മേളനത്തിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്ത് വേണ്ടാന്നാണ് ഭൂരിപക്ഷമെങ്കിൽ ആ ഭൂരിപക്ഷ തീരുമാനത്തെ കോടതി അറിയിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ രാഷ്ട്രീയം കളിക്ക് വേണ്ടിയിട്ട് RSSന്റെ ചട്ടുകമായി മാറിക്കൊണ്ട് RSS ഇവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് കേസ് കൊടുത്തതാരാ? RSS. വിധി പ്രഖ്യാപിച്ചതാരാ?
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. നടപ്പിലാക്കുന്നതാരാ? കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് മുതൽ തുടങ്ങിയില്ല ഇവർ തമ്മിലുള്ളൊരു അച്ചുതണ്ട്. അന്ന് മുതൽ തുടങ്ങി ഇവരൊരു അച്ചുതണ്ട്. ഇവർക്ക് ഓർഡിനൻസ് പാസ്സാക്കാലോ, അല്ലെങ്കിൽ നിയമസഭ തൂക്കിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കി സുപ്രീം കോടതിയെ അറിയിക്കാലോ. ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം ശരിയല്ല, ഇവിടെ അത് റിലീജിയൻ വയലൻസ് ഉണ്ടാക്കും, അത് ഭയങ്കര പ്രശ്നമാണെന്ന് കോടതി അറിയിക്കാലോ. കോടതി അതിന് മീതി നിൽക്കില്ലല്ലോ. നിൽക്കുമോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ കോടതി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം. ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരമാണ് കോടതി അംഗീകരിക്കുക. അല്ലാതെ പിണറായി വിജയൻ്റെ സ്വന്തം കാര്യമല്ല കോടതി അംഗീകരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചിന്തിച്ചു കൂട്ടിയത് സ്വകാര്യമായിട്ടുള്ള കാര്യമല്ല കോടതി അംഗീകരിക്കുക. ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരമാണ് കോടതി അംഗീകരിക്കുക. അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ചോദിക്കും, നോക്കും, പഠിക്കും, അതിനുള്ള കമ്മീഷനെ വയ്ക്കും, അന്വേഷിക്കും. ഇതൊക്കെയാണ് കോടതി ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ കോടതിയുടെ വിധി നടപ്പിലാക്കാൻ 2 സ്ത്രീകളെ മലയുടെ മുകളിൽ കൊണ്ടുപോയി ഹിന്ദുക്കളുടെ കാലാകാലങ്ങളായിട്ട് 1000 കണക്കിന് വർഷങ്ങൾ ആചരിച്ചു വന്ന ആചാരങ്ങളുടെ നെറുകത്ത് കാലെടുത്ത് വെച്ചുകൊണ്ട് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തി. ഇവരാദ്യം നിങ്ങളൊന്ന് ആലോചിക്കണം. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു, ഭയങ്കര പ്രീണനമായിരുന്നു. എന്താ പറയുക, ലോകത്തെ 57 മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇല്ലാത്ത വിചാരം നെഞ്ചിലേറ്റിക്കൊണ്ട് പിണറായി സംഘവും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇറാഖിലെ ഏകാധിപതിയായിരുന്ന കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയിട്ടുള്ള സദാം ഹുസൈൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇവർ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയ സദാം ഹുസൈൻ ആട്ടോ, ആലോചിക്കണം. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും വംശഹത്യ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായിരുന്ന ആളെ കെട്ടിത്തൂക്കിയ ഈ പറഞ്ഞ താലിബാനാണെങ്കിലും അവരെയും ഇവർ തലയിലേറ്റി വയ്ക്കും. ഇവരിങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഗിമ്മിക്കായിട്ടുള്ള പരിപാടികളായിട്ട് ഇങ്ങനെ ഇറങ്ങും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇതിവരുടെ തന്ത്രമാണ്. നിങ്ങൾ നാടുകളിൽ നോക്കിക്കോ, ഈ DYFIൻ്റെയും CPMൻ്റെയും വാൾ പോസ്റ്റുകളിൽ ഈ ബാനറുകൾ തട്ടികൾ വെച്ചിട്ടുണ്ടെന്ന് നോക്കിയോ, വർഗീയതയ്ക്കെതിരെ. നമ്മുടെ നാട്ടിൽ ആരെ വർഗീയത? പറയൂ, ആരെ വർഗീയത? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കണം, വർഗീയത വർഗീയത വർഗീയത. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു വർഗീയതയില്ല. ഏതെങ്കിലും കോണിച്ചിപ്പട്ടികളായിട്ടുള്ള 3-4 എണ്ണം TV ചാനലിൽ വന്നിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ പ്രചരണമല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വർഗീയതയില്ല. എല്ലാവരും സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടും ജീവിക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. അപ്പോൾ ഇതിനകത്ത് ഇവർ പോസ്റ്റ് ഇങ്ങനെ വെക്കും. ആഗസ്റ്റ് 15 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യച്ചങ്ങല അല്ലെങ്കിൽ ഒരു യുവജന സംഘടന ജാഥ സംഘടിപ്പിച്ചിട്ട് അതിനൊരു വാൾ പോസ്റ്റ്, വർഗീയതയ്ക്കെതിരെ സ്വാതന്ത്ര്യ സംരക്ഷണം. തോന്നിയോസല്ലേ അത്? അല്ലേ? വർഗീയതയ്ക്കെതിരെ സ്വാതന്ത്ര്യ സംരക്ഷണം ആഗസ്റ്റ് 15 യുവജന റാലി. തോന്നിയോസല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. പാലസ്തീൻ ഐക്യദാർഢ്യം. പാലസ്തീൻ എന്താണ് ഇവർ ഐക്യദാർഢ്യം സംഭവിച്ചത്? ഇവർ ഐക്യദാർഢ്യം കൊടുത്തിട്ട് പാലസ്തീൻ എന്താ അവിടെ സംഭവിച്ചത്? 48,000 പേര് മരിച്ചു അല്ലേ? ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പൊടിയിടുക. അങ്ങനെ ഇലക്ഷൻ വരുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലൊരു പൊടി പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങും. സദാം ഹുസൈൻ്റെ വാർഷികം ഇറാഖികൾ ആഘോഷിക്കുന്നില്ല. സദാം ഹുസൈൻ്റെ മരണദിനവും ജന്മദിനമൊന്നും ഇറാഖികൾ പോലും ആഘോഷിക്കുന്നില്ല. പക്ഷെ ഇവരാഘോഷിക്കും. സദാം ഹുസൈൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം. നോക്കിയിട്ടുണ്ടോ? ഇവരുടെ വാൾ പോസ്റ്റുകൾ, ഇവർ ഓരോ ജംഗ്ഷനിൽ ഓരോ കൊടിമരത്തിൻ്റെ ചോട്ടിൽ ഓരോ തട്ടി വെച്ചിൽ നിങ്ങൾ പോയി നോക്കിക്കോ, വായിച്ചോ. അതിനകത്ത് എഴുതിയിട്ടുണ്ടോ മാനവികതയ്ക്കെതിരെ. ഇവിടെ ആരാ മാനവികതയ്ക്കെതിരെ? ആരാണ്? പിന്നെ വേറൊരു ക്യാപ്ഷനായിട്ട് വരും, വർഗീയതയ്ക്കെതിരെ, മതനിരപേക്ഷതയ്ക്കെതിരെ. അല്ല അങ്ങനെ ഇവർ ഈ മതം വർഗീയത, ജാതി, മതം പറഞ്ഞിട്ട് ഇങ്ങനെ ഈ വർഗീയതയും ജാതിയും മതവും പറയുന്നത് കേരളത്തിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് CPM ആണ്. അവരുടെ പോഷക സംഘടനകളാണ്. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? വേണ്ട, ഈ BJPക്കാർ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്കിതിൻ്റെ ആവശ്യമില്ല. ജനങ്ങളെന്ന് കാണുന്നത് എന്താണെന്നറിയോ? നാടിന് വികസനം. നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണം. ഇവിടെ ജാതിയും മതമൊന്നും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു വിഷയമല്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബാക്കിയുള്ള എല്ലാ മതക്കാരും ഒത്തൊരുമിച്ചിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും റംസാൻ ആഘോഷിക്കുന്നതും. എല്ലാം ഒരു നോൻപ് മാസമായി കഴിഞ്ഞാൽ മറ്റുള്ള മതസ്ഥരാണ് ഈ റമദാൻ മാസത്തിന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മറ്റുള്ള മതക്കാരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? പല നോമ്പ് തുറയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പള്ളികളിൽ നോമ്പ് തുറയ്ക്ക് ഹിന്ദു സഹോദരന്മാർ വന്നിട്ട് നോമ്പ് തുറ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് വിരമണി.
എന്നാൽ ഈ CPM നേതാക്കന്മാരെല്ലാം നോക്കിയോ, എല്ലാ ഹിന്ദു സംഘടനകളുടെയും നേതൃസ്ഥാനത്ത് ഇവരുണ്ടാവും രഹസ്യമായിട്ട്. അവരുണ്ടാവും. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് ഇവരുടെ അജണ്ട. ഇത് മനസ്സിലാക്കാത്ത കുറേ മാപ്പിള സഖാക്കന്മാർ എങ്കിലോ ചിന്താവോ പിണറായി വിജയൻ ചിന്താവോ കൊണ്ട് നടക്കുന്നുണ്ട്. നടക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. യാതൊരു സംശയവും വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? എത്ര പേരുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ? എത്ര പേര് SC/ST വിഭാഗത്തിൽ നിന്നുണ്ട് ഇവരുടെ സംസ്ഥാന സമിതിയിലും പോളിറ്റ് ബ്യൂറോയിലും? എത്ര പേരുണ്ട്? ഇവരാക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? BJP അടക്കം ഒരു SC വിഭാഗത്തിലുള്ള ബംഗാരി ലക്ഷ്മണൻ പറഞ്ഞ ഒരു വ്യക്തിയെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഇവരാക്കിയിട്ടുണ്ടോ? ചിന്തിക്ക് നിങ്ങൾ. BJP പോലും ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ, എന്തിനിപ്പോൾ SC വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അല്ലേ? ഇവരെത്ര പേരാക്കിയിട്ടുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. എത്ര പേരെ ഇവരാക്കിയിട്ടുണ്ട്? എന്തിനിപ്പോൾ മന്ത്രിസഭയിലുണ്ട് ആരെങ്കിലും? ഉള്ള മന്ത്രിയായിട്ടുള്ള K. രാധാകൃഷ്ണനെ മെല്ലെ ചീട്ട് ചീന്തി മെല്ലെ ഒരു ലോകസഭയിൽ ജയിക്കില്ല എന്ന് വിചാരിച്ചു വിട്ടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ BJP സഹായം കൊണ്ട് ജയിച്ചു. അപ്പോൾ അങ്ങനെ പുള്ളിനെ അങ്ങനെ അവിടെ നിന്ന് മാറ്റിവിട്ടു. അപ്പോൾ ഇപ്പം ആരാ ഉള്ളത് അതിനകത്ത്? ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത, ബോധമില്ലാത്ത കുറേ ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത്. ഇവർ കടന്ന് ഇങ്ങനെ ചലിക്കും. നേരം വെളുത്തു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി നേതാക്കന്മാർ എന്താണോ പറയുന്നത് അതും കേട്ട് ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്ന അടിമകളായിട്ട് എല്ലാവരും ഇല്ല കേട്ടോ. എല്ലാവരും ഞാൻ പറയില്ല, കുറച്ച് അടിമകളുണ്ട്, രാഷ്ട്രീയ അടിമകൾ. ഈ രാഷ്ട്രീയ അടിമകളാണ് ഇന്നും ഈ പാർട്ടിയുടെ നെടുന്തൂണെന്ന് പറയുന്നത്. പക്ഷേ ഇവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞു പിണറായി വിജയനാണ് കേരളത്തിലെ അവസാനത്തെ ഇടതുപക്ഷ CPM മുഖ്യമന്ത്രി. നിങ്ങൾ എഴുതി വെച്ചോ, CPM അവസാനത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അടുത്ത് ചിലപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ ഇവിടെ BJP വരും. അതിന് ഇവരൊക്കെ കുത്തൊഴുക്കാർ BJPയിലേക്ക് പോയിരിക്കും. നിങ്ങൾ കാണുക, ത്രിപുര കാണുക, പശ്ചിമ ബംഗാൾ കാണുക. പശ്ചിമ ബംഗാളിൽ ഞാൻ നേരിട്ട് പല പ്രാവശ്യം പോയിട്ടുള്ള വ്യക്തിയാണ്. ആ നാട് ഞാൻ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 35 കൊല്ലക്കാരെ CPM ഭരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നരകതുല്യമായിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം, വിദ്യാഭ്യാസമില്ല. ഈ മമതാ ബാനർജി വന്ന ശേഷമാണ് അവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് പോലും പ്രഖ്യാപിച്ചത്. ഇത് എത്ര ആൾക്കറിയാം? എത്ര പേർക്കറിയാം? മനസ്സിലായിട്ടുണ്ടോ? ഇവർക്ക് ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട ഇവർ നടപ്പിലാക്കും. മനസ്സിലായോ? നിങ്ങളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 98 സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നില്ലേ? 98 എത്ര പേർക്ക്, ചെറുപ്പക്കാർക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുന്നുള്ള അറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വീട്ടിലിരിക്കുന്ന നായനാരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയില്ലേ? എന്തായിരിക്കും അതിൻ്റെ കാരണം? എന്തായിരിക്കും? സുശീല ഗോപാലൻ അത്രയ്ക്ക് മാത്രം യോഗ്യതയില്ലാത്ത വ്യക്തിയാണോ? അല്ല. യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറച്ചിലുള്ളൂ, ഉണ്ടാവില്ല. ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരെന്താ? ആ ടീച്ചർ ശ്രീമതി, ആ ടീച്ചറുടെ പേരും കിട്ടുന്നില്ല എനിക്ക്. ആ ടീച്ചറിനെ പതുക്കെ ലോകസഭാ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? തോൽപ്പിച്ച് കൈ കൊടുത്ത് ഇവരെന്നെ തോൽപ്പിച്ചത്. നിങ്ങൾ ചിന്തിക്ക്. 67% ഹിന്ദു ഭൂരിപക്ഷമുള്ള വടകരയിൽ വെറും 27% മുസ്ലിങ്ങളും 63% ഹിന്ദുക്കളും ബാക്കി ക്രിസ്ത്യാനികളുള്ള വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണ് 1.5 ലക്ഷം വോട്ടിന്. ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഷാഫി പറമ്പിൽ ജയിക്കുകയാണ്, അതും 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അവിടെ നിന്നതാരാ? ഈ ടീച്ചറാണ്. ഈ ടീച്ചറെ കൊണ്ട് നിർത്തിയിട്ട് ഇവർക്ക് പൊലയാട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? രാഷ്ട്രീയം പറഞ്ഞാണെങ്കിൽ ജയിക്കില്ലേ? അല്ലേ? സാമാന്യം ഉപ്പും ചോറും തിന്നവരുത്താണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഉപ്പും ചോറും തിന്നാണ്ട് അടിമകളായിട്ടുള്ളവരുടെ അടുത്തല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 63% ഹിന്ദു ഭൂരിപക്ഷമുള്ള വടകരയിൽ വെറും 23% ഉള്ളവിടെ മുസ്ലിങ്ങൾ. അവിടെ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിൽ നിന്ന് പോയിട്ടുള്ള വരുത്തനായിട്ടുള്ള ഒരുത്തും ജയിക്കുകയാണ്. കാരണം എന്താ? അവിടെ ജയിപ്പിച്ചത് ഈ CPM-കാരാണ് ജയിപ്പിച്ചത് യഥാർത്ഥത്തിൽ. അല്ലാതെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചതല്ല. എന്തുകൊണ്ടത് ജയിപ്പിക്കാൻ കാരണം അവിടെ ഈ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരണം, അവരില്ലായ്മ ചെയ്യണം, അവർ രാഷ്ട്രീയമായിട്ട് തകർക്കണം. അതിനെന്ത് ചെയ്യണം? ഇല്ലാത്ത പുല്ലും പൊലിയാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക, കാഫർ വിവാദം പറഞ്ഞിട്ടുണ്ടാക്കുക, ആ ടീച്ചറിനെതിരായിട്ട് മോർഫിംഗ് വീഡിയോ ഇറക്കി, മോർഫിംഗ് ഫോട്ടോ ഇറക്കി എന്നും പറഞ്ഞിട്ടുണ്ടാക്കി ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിൽ തന്നെ
ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ട് ആ വോട്ട് മുഴുവൻ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വടകരയിൽ ജയിക്കാതിരിക്കും തോന്നുന്നുണ്ടോ? അവിടെ രാഷ്ട്രീയപരമായിട്ട് പറയാനൊന്നുമില്ല അവർക്ക്, ആശയപരമായിട്ട് പറയാനും ഒന്നുമില്ല. ആ ഇല്ലാത്തതിൻ്റെ പരാജയമാണ് അവിടെ കണ്ടത്. വരുത്തനായിട്ടുള്ള ഷാഫി പറമ്പലിന് 1.5 ലക്ഷം വോട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരും. മനസ്സിലായി? അത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തല്ല കയറേണ്ടത്. നിങ്ങൾ എല്ലാ വിഭാഗക്കാരെയും അകറ്റി. ശബരിമല വിഷയത്തോടുകൂടി നിങ്ങൾ ഹൈന്ദവ സമൂഹത്തെ അകറ്റി, ക്രിസ്ത്യൻ സമൂഹത്തെ അകറ്റി, മുസ്ലിം സമൂഹത്തെ അകറ്റി. അതാണ് യഥാർത്ഥത്തിലുണ്ടായത്. കേരളത്തിലുള്ള 3.5 ലക്ഷം മെമ്പർമാർ മാത്രം വോട്ട് ചെയ്തിട്ടില്ല ഇവിടെ പിണറായി മുഖ്യമന്ത്രിയായത്. ഇവിടെ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. രാഷ്ട്രീയം ഇല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അവരുടെ വോട്ടും കൂടി കിട്ടിയിട്ടാണ് ഈ പിണറായി വിജയൻ രണ്ടാമതും ഇപ്പോൾ മുഖ്യമന്ത്രിയായത്. അല്ലാണ്ട് CPMന്റെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള 3.5 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടില്ല. അതാദ്യം മനസ്സിലാക്കണം. അത് ഇനിയെങ്കിലും അടിമകൾ മനസ്സിലാക്കിയാൽ നല്ലത്. 3.5 ലക്ഷം വോട്ടർമാർ 3.5 ലക്ഷം പാർട്ടി മെമ്പർമാർ മാത്രമല്ല ഇവിടെ വോട്ട് ചെയ്ത് ഇവിടെ പിണറായിനെ അധികാരത്തിൽ കയറ്റിയത്. ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്ത് ഭരണത്തിൽ കയറാൻ. ഇത് ജനാധിപത്യ രാജ്യമാണ്. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ. അതാദ്യം മനസ്സിലാക്കുക. ആദ്യം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഖാക്കളെ, പ്രിയപ്പെട്ട പാർട്ടി സ്നേഹികളായിട്ടുള്ള സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കുക. കേരളത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന ആശയമായിട്ടുള്ള കമ്മ്യൂണിസം ഉണ്ടല്ലോ, അതെന്താണെന്നെങ്കിലും കുറച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? സോഷ്യലിസം അതൊരു ആശയമാണ്, മഹത്തായ ഒരു ആശയമാണ്. പക്ഷെ അത് കാലഹരണപ്പെട്ടു പോയി, ഇന്ന് ആർക്കും വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? ശ്രീലങ്കയിൽ ആയിരുന്നെങ്കിലും പിന്തുണയോട്ട് ഒരാൾ ഭരണാധികാരിയായി കഴിഞ്ഞ് പറഞ്ഞ് കമ്മ്യൂണിസം അങ്ങനെ പടർന്ന് പന്തലിച്ചെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സൈബർ സഖാക്കളെ നിങ്ങളോട് പുച്ഛം മാത്രമാണ്. കേരളത്തിലുള്ള കമ്മ്യൂണിസം നശിക്കാതിരിക്കാൻ നോക്ക്. ചിലിയിലും സ്പെയിനിലും ശ്രീലങ്കയിലും കമ്മ്യൂണിസം പടർന്ന് പന്തലിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആശയം എന്താണ്, നിങ്ങളുടെ ആശയം എന്താണെന്ന് സ്വയം ഒന്നൊന്ന് വിലയിരുത്തുക. ഒന്നൊന്ന് മാർക്കറ്റിംഗ് ചെയ്യുക. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. അവിടുത്തെ ആശയം എന്താണ്, ഞങ്ങളുടെ ആശയം എന്താണെന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? ഞാനതാ പറഞ്ഞത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. അത് പ്രാവർത്തികമാക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളെ ഭേദിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസം ഇല്ലാതായത്. ലോകരാജ്യങ്ങൾ അതിനെ മാറ്റി നിർത്തിയതിൻ്റെ കാരണം എന്താ? കാലഘട്ടത്തിനനുസരിച്ച് ചൈന ചെയ്യും പോലെ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് വികസിക്കാൻ കഴിയും, വളരാൻ കഴിയും. ഇതിനെ തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇതാണ് ശരിയെന്നും പറഞ്ഞ് നടക്കുന്ന, ഈ ആശയമാണ് ശരിയെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല, ആരും അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. കുറച്ച് ആളുകളുണ്ടാവും. ഈ പറഞ്ഞ 3.5 ലക്ഷം വോട്ടർ പാർട്ടി മെമ്പർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പാർട്ടി വിട്ട് പോവും. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു അൻവറിനെ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ടോ പാണക്കാട് തങ്ങന്മാരുടെ കുറേ ചീത്ത വിളിച്ചുകൊണ്ടോ കുറേ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിയതുകൊണ്ടോ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം നിലനിൽക്കുന്ന വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു പഞ്ചായത്ത് പോലും നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യം കിട്ടില്ല, ഒരു പഞ്ചായത്ത് പോലും. കാരണം ജനങ്ങൾ അത്രമാത്രം വെറുത്തിരിക്കുന്നു. ജനങ്ങളുടെ സാമൂഹ്യ അടിസ്ഥാനം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടോ? ബാറുകളും മയക്കുമരുന്ന് മാഫിയകളും ബാർ മാഫിയകളും കരിങ്കല്ല് മാഫിയകളും ഭൂമാഫിയകളും അങ്ങനെ മാഫിയകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടു എത്തിക്കുകയും ജാതി മതത്തിൻ്റെ പേര് പറഞ്ഞ് വിഘടനവാദം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിനുള്ളിൽ വർഗീയ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന CPMഉം അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഘങ്ങളും കേരളത്തെ കുട്ടിച്ചോറും മട്ടത്തണ്ടുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഭീരുത്വം ഉണ്ടല്ലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിൽ കൂടെ നടന്ന ആ ഭീരു, എനിക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുള്ളൂ. കാരണം അറസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു അൻവറിനെ. അന്നൊന്നും തൊട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടതിൻ്റെ കാരണം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആശയം, മലയോര കർഷകരുടെ ഭീതി, മലയോര കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭീതി ഉയർത്തിപ്പിടിച്ചു. അത് നിങ്ങൾക്കെതിരെ തിരിയുമെന്നുള്ള രാഷ്ട്രീയ ബോധം നിങ്ങൾക്ക് വന്നതുകൊണ്ടാണ്. അത് നിങ്ങളെ തളർത്തും, നിങ്ങളെ കരിയിച്ച് കളയും, അത് യാതൊരു സംശയവും വേണ്ട. പ്രതിപക്ഷത്തോട് എനിക്കൊന്ന് പറയാനുള്ളത്, പ്രതിപക്ഷം നെറിയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അദ്ദേഹത്തെ നിങ്ങൾ അനുകൂലിക്കണം.
അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹം ഉയർത്തിയ വാദം ഇന്ന് കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. 1,30,00,000 ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഈ ഏറ്റെടുക്കലാണ് CPM-നെ ഈ ഭീതിയിലാഴ്ത്തിയത്. കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ള ഭീതി അവരുടെ മുഖത്ത്, അവരുടെ പ്രവർത്തികളിൽ കാണാൻ കഴിയുന്നുണ്ട്. പേടിച്ചു തുടങ്ങിയിരിക്കുന്നു CPM, പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിനേക്കാളും ത്രിപുരയേക്കാളും പേടിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ CPM നേതൃത്വം. ഈ ഒരു പേടി തുടക്കം മാത്രമാണ്. നിങ്ങൾ കൈവച്ചത് മതങ്ങൾക്കെതിരെയും സാധാരണക്കാരുടെ നെഞ്ചത്തിലുമാണ്. അത് നിങ്ങളെ കരിയിച്ചു കളയും. ഇന്നലെ KM ഷാജി പറഞ്ഞ പോലെ പിണറായിയുടെയും പി ശശിയുടെയും നാശം തുടങ്ങി, ഈ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ. കാരണം നിങ്ങൾ കൈവച്ചത് മതങ്ങളുടെ മേലെയും സാധാരണപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തുമാണ്. അത് നിങ്ങളെ കരയിപ്പിച്ച് കളയും, കരിഞ്ഞു പോകും. അതിൽ ആര് സംശയമുണ്ട്?